ഉച്ചയ്ക്ക് വീട്ടിൽ ഫുഡ് കഴിക്കാൻ വന്നതായിരുന്നു ജോണി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം അവൻ ബൈക്കുമെടുത്ത് ജോലിക്ക് തിരികെ പോയി. പിന്നെ വീട്ടിൽ ജിൻസിയും അവളുടെ അപ്പൻ തൊമ്മിച്ചനും മാത്രമായി. പിന്നെ തൊമ്മി ഉമ്മറത്തിരുന്ന് സിഗരറ്റ് എടുത്ത് പുകച്ചു. പെട്ടെന്ന് ജിൻസി അങ്ങോട്ടേക്ക് വന്നു. അപ്പ ഒരെണ്ണം എനിക്കും. മോളെ, നീയും തുടങ്ങിയോ? ഓ പിന്നല്ല. അങ്ങനെ അയാൾ ഒരെണ്ണം എടുത്ത് കൊടുത്തു. അവൾ അവിടെ അയാളുടെ അടുത്ത് കസേരയിലിരുന്നു. തൊമ്മി അവളെ ആകമാനം നോക്കിക്കൊണ്ട് പറഞ്ഞു, മോളെ, നീ പണ്ട് എത്ര മെലിഞ്ഞ പെണ്ണായിരുന്നെന്നോ, ഇപ്പോൾ നോക്കിക്കേ, തടിച്ചു കൊഴുത്ത് സുന്ദരിയായിരിക്കുന്നു. അത് കേട്ടപ്പോൾ ജിൻസിയുടെ മുഖത്ത് നാണം. ആണോ അപ്പ? ഇപ്പോൾ കൊള്ളാമോ? പിന്നല്ലാതെ. അപ്പൻ കള്ളം പറയുമോടി? ഷോ, താങ്ക് യു അപ്പ. ജിൻസിയുടെ മുഖം സന്തോഷം കൊണ്ട് ചുവന്ന് തൊടുത്തു. പിന്നെ അവർ കുറച്ചു നേരം വീട്ടുവിശേഷവും നാട്ടുവിശേഷവുമൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. പെട്ടെന്ന് അവൾ ചോദിച്ചു, അച്ഛ, വിശക്കുന്നില്ലേ? നമുക്ക് ഫുഡ് കഴിച്ചാലോ? ആ, കഴിക്കാം. അങ്ങനെ അവരും ഫുഡ് കഴിക്കാനിരുന്നു. ജിൻസി അയാൾക്ക് ഫുഡ് ഓരോന്നായി വിളമ്പാൻ തുടങ്ങി. ചിക്കൻ ഫ്രൈ വിളമ്പിയപ്പോൾ അയാൾ പറഞ്ഞു, മോളെ, ജോണിക്കും കൊടുത്തായിരുന്നോ? ആ, കൊടുത്തായിരുന്നു അപ്പ. ജോണിച്ചാന് ചിക്കൻ അത്ര ഇഷ്ടമല്ല. പുള്ളി മട്ടനാ അധികവും കഴിക്കാറ്. അങ്ങനെ അവർ രണ്ടുപേരും ഫുഡ് കഴിക്കാനിരുന്നു. തൊമ്മി ഇടയ്ക്കിടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു. അയാളുടെ മനസ്സിലുള്ള കാര്യം ജിൻസിക്ക് അറിയില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, മോളെ, നല്ല ഉറക്കക്ഷീണമുണ്ട്, ഒന്ന് കിടക്കണം. ആ, എങ്കിൽ അപ്പൻ പോയി കിടന്നോളൂ, ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് വരാട്ടോ. ആ, ശരി മോളെ. അയാൾ അതും പറഞ്ഞ് ഒരു കള്ളച്ചിരിയും പാസാക്കി മുറിയിലേക്ക് നടന്നു. അങ്ങനെ അടുക്കളയിൽ നിന്നും പാത്രങ്ങൾ ഓരോന്നായി കഴുകി വെക്കവേ പെട്ടെന്നാണ് അവൾ തിരിഞ്ഞ് വാതിൽക്കലേക്ക് നോക്കിയത്. അത് കണ്ടതും അവൾ ആകെ ഞെട്ടിപ്പോയി. ഓ ദൈവമേ, നിങ്ങളായിരുന്നോ? അത് അടുത്ത വീട്ടിലെ ജാനു ആൻറ്റി ആയിരുന്നു. ഓ, എന്നാലും ഈ പണ്ടാരം എവിടുന്ന് കെട്ടിയെടുത്തു എന്ന് മനസ്സിൽ പ്രാഗിക്കൊണ്ട് ജിൻസി പുറമെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ആരിത്? ജാനു ആൻറ്റിയോ? ഇത് എപ്പോൾ വന്നു? പക്ഷേ ജാനു ഒന്നും മിണ്ടിയില്ല. ജിൻസി ചോദിച്ചു, എന്താ ആൻറ്റി, എന്താ ഒരു മിണ്ടാട്ടം? എന്തു പറ്റി? എന്തു പറ്റിയെന്നോ? നിനക്കൊന്നും അറിയത്തില്ല അല്ലയോ? ജാനു ആൻറ്റിയുടെ ദേഷ്യത്തോടെയുള്ള ചോദ്യം. എന്താ ആൻറ്റി, എന്താ കാര്യം? ജിൻസി സംശയത്തോടെ അവരെ നോക്കി. എടി, നീ എന്താ എൻ്റെ മോനോട് പറഞ്ഞത്? അത് കേട്ടതും ജിൻസി ഒന്ന് ഞെട്ടിച്ചോളി. ഓ ദൈവമേ, ആ മണ്ടൻ ജോമോൻ എല്ലാ കാര്യവും ഇവരോട് പറഞ്ഞോ ആവോ? അവൾ ചിന്തിച്ചു. എന്താ ഇപ്പോൾ നിന്റെ മിണ്ടാട്ടം മുട്ടിയോ? ആൻറ്റി, ഞാൻ അങ്ങനെ അവനോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പറഞ്ഞിട്ടില്ല. നിനക്ക് അത്രയ്ക്ക് കൊതിയാണെങ്കിലേ വേറെ ആളെ നോക്കിക്കോണം കേട്ടോടി. നിനക്കിപ്പോൾ എത്ര വയസ്സായെന്ന വിചാരം? എൻ്റെ മോനെ നിന്നേക്കാൾ എത്രയോ ചെറിയ പയ്യനാ. അവനെ 19 വയസ്സാ കേട്ടോടി. ഓ, അതിന് ഞാനെന്ത് വേണം? തലയും കുത്തി നിൽക്കണമോ? ആ, ഇനി അതിൻ്റെ കുറവും കൂടെയുള്ളൂ. നീ ആളെ കറക്കിയെടുക്കാൻ വേണ്ടി അതും ചെയ്യുമെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഞാൻ വന്നതേ നീ ഒന്നും ചെയ്യണ്ട എന്ന് പറയാൻ വന്നതാ. നിനക്ക് ഇത്തിരി തൊലിനിറവും സൗന്ദര്യമുള്ളതിൻ്റെ ഏനക്കേടാണ്. നീ ആരാണെന്ന വിചാരം? ഐശ്വര്യ റായി ആണെന്നാണോ? എൻ്റെ മോനെ കണ്ണും കൈയും കാണിച്ച് വശീകരിച്ചെടുക്കാൻ നോക്കിയാലുണ്ടല്ലോ, പിന്നത്തെ കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അത് കേട്ട് ജിൻസി പറഞ്ഞു, ഷോ, ഒന്ന് പതുക്കെ ജാനു ആൻറ്റി. അകത്ത് അപ്പനുണ്ട്, ഉറങ്ങുക, കേൾക്കും. ആ, കേൾക്കട്ടെടേ, കേൾക്കട്ടെ. ജിൻസി ജാനു ആൻറ്റിയുടെ മുഖത്തേക്ക്
ദയനീയഭാവത്തോടെ നോക്കി പറഞ്ഞു, ആൻറ്റി, ഇതൊക്കെ അപ്പൻ അറിഞ്ഞാലുണ്ടല്ലോ എന്നെ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ഒന്ന് പതുക്കെ. അതിന് തെറ്റിദ്ധാരണയല്ലല്ലോ, എല്ലാം സത്യമല്ലേ? നിന്റെ കയ്യിലിരിപ്പ് ഇങ്ങനെയൊക്കെയാണെന്ന് നിന്റെ കേങ്ങൻ അപ്പനും അറിയട്ടെ. ദേ ആൻറ്റി, എൻ്റെ അപ്പനെ പറഞ്ഞാലുണ്ടല്ലോ നിങ്ങളെ ഞാൻ... നീ എന്ത് ചെയ്യുമെടി, പറ കേൾക്കട്ടെ. ദേ ആൻറ്റി, നിങ്ങളുടെ ആ പാൽക്കുപ്പി മോനില്ലേ, ജോമോൻ, അവൻ വല്ല മൂദേവി പെണ്ണിനെ വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരും. അപ്പോൾ നിങ്ങൾ സ്വപ്നം കണ്ട് മോഹിച്ചതുപോലെ സ്ത്രീധനവും കുന്തവും ഒന്നും കിട്ടത്തില്ല. പിന്നെ അവൾ നിങ്ങളെ മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിക്കുകയും ചെയ്യും, കേട്ടോ? അതും പറഞ്ഞ് ജിൻസി വാപ്പൊത്തി ചിരിച്ചു. അത് കേട്ട് ജാനു ദേഷ്യത്തോടെ അവളെ നോക്കി കണ്ണുരുട്ടി. പിന്നെ അവിടെ മുട്ടൻ വഴക്കായി. പെട്ടെന്ന് ജാനു അങ്ങോട്ടേക്ക് നോക്കി ഒന്ന് നിശബ്ദയായി. അത് കണ്ടപ്പോൾ ജിൻസി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയതും ഞെട്ടി ചൂളിപ്പോയി. ഇവരുടെ ഈ വഴക്കും വക്കാണവും കേട്ടുകൊണ്ട് തൊമ്മച്ചൻ അവിടെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. അയാൾ അവളുടെ അടുത്തേക്ക് നടന്നടുത്തു. എന്താ ജിൻസി മോളെ, എന്താ പ്രശ്നം? അതും ചോദിച്ച് അയാൾ ജാനുവിനെയും നോക്കി. ജിൻസി പറഞ്ഞു, ഏയ് ഒന്നുമില്ലപ്പ, ഞങ്ങൾ വെറുതെ ഓരോന്നൊക്കെ സംസാരിച്ചു നിൽക്കുമായിരുന്നു. ഓഹോ, അപ്പോൾ സാധാരണ ഇതിനെയൊക്കെയാണോ സംസാരം എന്ന് പറയുന്നത്? അപ്പോൾ ഇത് വഴക്കല്ലേ? അല്ലേ ജാനു? എന്തിനാ ഇങ്ങനെ ബഹളവും വഴക്കും? വാതിൽക്കൽ നിൽക്കുന്ന ജാനുവിൻ്റെ മുഖത്തേക്ക് ഒരു പുഞ്ചിരിയാലെ നോക്കിക്കൊണ്ട് അയാളുടെ ചോദ്യം. ജാനു ഒരു നിമിഷം അയാളെ തന്നെ നോക്കി നിന്ന് പോയി. ജാനുവിൻ്റെ മിഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു. തൊമ്മച്ചൻ ഷർട്ടിട്ടിട്ടില്ലായിരുന്നു, ലുങ്കി മാത്രമാണ്. കരടി പോലുള്ള രൂപവും പിന്നെ കരുത്തും ആരോഗ്യവുമുള്ള ശരീരം. ഒറ്റനോട്ടത്തിൽ ജാനുവിന് വല്ലാതായി. അവർ ഒന്ന് പരങ്ങി. തൊമ്മച്ചൻ ലുങ്കി മടക്കി കുത്തിയിട്ട് ജാനുവിനെ തന്നെ നോക്കി. അയാൾ ചോദിച്ചു, എന്താ ജാനു, നമ്മളെ കണ്ടിട്ട് ഒരു പരിചയവും കാണിക്കുന്നില്ലല്ലോ? ഹാ, തൊമ്മച്ചൻ ഇതെപ്പോൾ വന്നു? തൊമ്മച്ചൻ ഇവിടെയുള്ള കാര്യം അറിഞ്ഞില്ലാട്ടോ. ദേ ഈ കൊച്ച് പറഞ്ഞില്ലെന്നേ. ഞാൻ ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒന്ന് ഉറങ്ങാമെന്ന് കരുതി കിടന്നതാ. അപ്പോഴാണല്ലോ ഇവിടെ ആകെ ഒച്ചപ്പാടും ബഹളവും. അല്ല, എന്താ കാര്യം ജാനു? എന്തിനാ ഇങ്ങനെ വഴക്കിടുന്നേ? നമുക്ക് പറഞ്ഞ് പരിഹരിക്കാമെന്നേ അല്ലേ മോളെ? അയാൾ ജിൻസിയെ നോക്കി. ഷോ, വഴക്കോ? ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നുമില്ലല്ലോ. തൊമ്മച്ചൻ തെറ്റിദ്ധരിച്ചതാ. ഞാൻ ദേ കുറച്ച് ഉപ്പും മുളകും വാങ്ങിക്കാൻ വന്നതാ, കറിയിലിടാനേ. കൊച്ചെ, കുറച്ച് ഉപ്പും മുളകും ഇങ്ങെടുത്തേ. അത് കേട്ടതും ജിൻസി വേഗം കുറച്ച് ഉപ്പും മുളകും എടുത്തു കൊടുത്തു. അപ്പോൾ ശരി തൊമ്മച്ച. ശരി മോളെ, ഞാൻ പോവാട്ടോ. അത്രയും പറഞ്ഞ് ജാനു ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും സ്ഥലം വിട്ടു. ജിൻസി ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് കുറച്ച് മിച്ചറെടുത്ത് പാത്രത്തിലാക്കി കുറച്ചുകൊണ്ട് ഹാളിലേക്ക് നടന്നു. തൊമ്മച്ചൻ അവളുടെ പിന്നാലെ ചെന്ന് ചോദിച്ചു, ജിൻസി മോളെ, ശരിക്കും എന്നതാ ആ ജാനുവുമായി പ്രശ്നം? അപ്പോൾ അവൾ ഹാളിലെ സോഫയിൽ അങ്ങനെ ഇരുന്നു. പറ മോളെ, എന്നതാ കാര്യം? അത് അപ്പ, അതൊന്നും കാര്യമാക്കണ്ടെന്നേ, ഒന്നുമില്ല. അത് കേട്ടപ്പോൾ അയാളും അവിടെ അവളുടെ അടുത്തിരുന്നു. എടി, നീ പരവുകയൊന്നും വേണ്ട. നിങ്ങളുടെ സംസാരം മുഴുവൻ ഞാൻ കേട്ടതാണല്ലോ. എന്തോ പ്രശ്നമുണ്ട്. ഓഹോ, അപ്പോൾ അപ്പൻ എല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുകയായിരുന്നു അല്ലേ? വളരെ മോശം കാര്യം തന്നെ. അതെന്താടി ഒരു മോശം കാര്യം? അപ്പോൾ കേൾക്കാൻ പാടില്ലാത്ത മോശം കാര്യം വല്ലതുമാണ് അല്ലേ? ഞാൻ ഊഹിച്ചതുപോലെ തന്നെ. അയാൾ നീട്ടി മൂളിക്കൊണ്ട് അവളെ തന്നെ നോക്കി. അപ്പോൾ അവൾ പ്ലേറ്റിലെ മിച്ചറെടുത്ത് കുറിച്ചു കൊണ്ടിരുന്നു. അയാളുടെ നോട്ടം കണ്ടപ്പോൾ അവൾ നാണത്തോടെ മുഖം താഴ്ത്തി. പെട്ടെന്ന് അയാൾ പറഞ്ഞു, ആ,
മിച്ചർ കണ്ടപ്പോയ ഓർമ്മ വന്നേ, ഇന്ന് ഒരെണ്ണം കഴിച്ചില്ലല്ലോ എന്ന്. മോളെ, നീ പോയി ഒരു ഗ്ലാസ് എടുത്തിട്ടിങ്ങ് വന്നേ, ഒരെണ്ണം കഴിക്കട്ടെ, ദാഹിക്കുന്നു. ആ ദേ ഇപ്പോൾ കൊണ്ടുവരാം അപ്പ എന്നും പറഞ്ഞ് ജിൻസി വേഗം അടുക്കളയിലേക്ക് ഓടി. പിന്നെ 2 ഗ്ലാസുമായി വന്നു. അപ്പോൾ അയാൾ നേരത്തെ കൊണ്ടുവന്ന് വെച്ച ഒരെണ്ണം എടുത്ത് പൊട്ടിച്ചു. ജിൻസി ടേബിളിൽ വെച്ച 2 ഗ്ലാസ് അയാൾ നോക്കി. എന്തിനാ മോളെ 2 ഗ്ലാസ്? ഒരെണ്ണം മതിയായിരുന്നല്ലോ. അത് സാരമില്ലപ്പ, ഒരെണ്ണം എക്സ്ട്രാ ഇരുന്നോട്ടെ. അതെന്തിനാണാവോ? അത് ഒരു രസത്തിന്, അല്ലാതെന്താ? ഓഹോ, എനിക്ക് അത്ര രസം വേണ്ടെങ്കിലോ? ഷോ, അങ്ങനെ പറയാതപ്പ. ഒരെണ്ണം, ഒരേ ഒരെണ്ണം എനിക്കും പ്ലീസ്. ഓ എൻ്റെ ദൈവമേ, നീ ഇതൊക്കെ എപ്പോൾ തുടങ്ങിയടി? അത് അപ്പ, അത് പിന്നെ പറയുന്നേ, നിൻ്റെ അപ്പനല്ലേ ധൈര്യമായിട്ട് പറഞ്ഞു. അതപ്പ കോളേജിൽ പഠിക്കുമ്പോൾ മുതലുണ്ട്. ഓ ദൈവമേ, അപ്പോൾ തൊട്ടുണ്ടോ? ബെസ്റ്റ്. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ ഇത്രയും കാലം. ഞാൻ രഹസ്യമാക്കി വെച്ചതാപ്പ. അപ്പോൾ ഇത്രയും ദുശീലങ്ങളൊക്കെ നിന്നിലുണ്ടായിരുന്നു അല്ലേ? അതപ്പ അങ്ങനെയൊന്നുമില്ല, ഇത് വല്ലപ്പോയമേ ഉള്ളൂ. ഉവ്വ. അങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ തുടങ്ങി. അയാൾ ചോദിച്ചു, ഇനിയെങ്കിലും പറ മോളെ, എന്താ നീയും ജാനുവും തമ്മിലുള്ള പ്രശ്നം? അത് പിന്നെ ഒന്നുമില്ല. അപ്പോഴും അവൾ അത് പറയാൻ മടിച്ചു. അപ്പോൾ അയാൾ വീണ്ടും ഒഴിച്ചു കൊടുത്തു. കുടിച്ചോളൂ. അങ്ങനെ ജിൻസി കഴിച്ചു. ഇനി പറ മോളെ. അത് അപ്പ, അവരുടെ മോൻ ജോമോൻ വളരെ നല്ല പയ്യനാണ്. ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ഒരു അത്യാവശ്യം വരുമ്പോൾ കടയിൽ പോകാനും മറ്റും ഞാൻ അവനെയാണ് വിളിക്കാറ്. പിന്നെ അവന് കൃഷിയിലൊക്കെ നല്ല പിടിപാടാണ്. അവൻ ഒരു പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ കുറച്ച് പച്ചക്കറികൾ, വെണ്ടയ്ക്കയും ക്യാരറ്റും അങ്ങനെ പലതും വാങ്ങിക്കാറുണ്ട്. ഞാൻ അവനെ ഒരു അനിയനെ പോലെയാണ് കണ്ടത്. എന്നിട്ടാണ് ആ ജാനു ആൻറ്റി അത് വളച്ചൊടിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ ആക്കി പറയുന്നത്. എനിക്കത് പിടിച്ചില്ല, അതാണ് വഴക്കായത്. ഓഹോ, അപ്പോൾ ഇത്രയുള്ളൂ കാര്യം? ഞാനാകെ വല്ലാതായി പോയി. അതെ അപ്പ, ഇത്രയേ ഉള്ളൂ. എന്നിട്ടാണ് ആ ജാനു ആൻറ്റി ആ ചെറിയ കാര്യം ഇത്രയും വളച്ചൊടിച്ച് ആനക്കാര്യമാക്കി മാറ്റിയത്. അത് സാരമില്ല മോളെ, അത് വിട്. ആ ജാനുവിന് നല്ല പ്രായത്തിൽ നല്ല കൂട്ടുകെട്ടും പിന്നെ മറ്റുള്ളതൊന്നുമൊക്കെ അനുഭവിക്കാൻ കിട്ടാത്തതിൻ്റെ ഏനക്കേടാ. അതും പറഞ്ഞ് അയാൾ പൊട്ടിച്ചിരിച്ചു. ഷോ, ഒന്ന് പോവാപ്പ. അപ്പൻ അങ്ങനെ പറഞ്ഞപ്പോൾ അതിൽ തനിക്കിട്ട് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന സംശയം അവൾക്കുണ്ടായി. അപ്പൻ എനിക്കിട്ട് ചെറുതായി വെച്ചു അല്ലേ? എന്താ മോളെ, അങ്ങനെ തോന്നിയോ? തോന്നി. ഞാൻ പറഞ്ഞല്ലോ അപ്പ, ജോമോനും ഞാനും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അവൻ എനിക്ക് അനിയനെ പോലെയാണെന്നൊക്കെ. എന്തായാലും എന്താ, നിങ്ങളായി നിങ്ങളുടെ പാടായി, അല്ല പിന്നെ. ഷോ, ഈ അപ്പൻ്റെ ഒരു കാര്യം, ഒന്ന് പോവാപ്പ. അപ്പൻ ഒരിക്കലും നന്നാവത്തില്ല. അത് കേട്ടപ്പോൾ അയാൾ പൊട്ടിച്ചിരിച്ചു.